അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, മനുഷ്യജീവിതം എന്നുള്ളത് പലവിധ പരീക്ഷണങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന ഒന്നാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷണങ്ങളിലൊന്നും പതറിപ്പോകാതെ ക്ഷമാവലംബിച്ച് ജീവിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്മ ചെയ്യുന്നുവെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി അവൻ ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചുവെന്ന്. ഈ പരീക്ഷണങ്ങൾ വന്ന് ഭവിക്കുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാമിൻ ആബിദിൻ തുസീബുഹു മുസീബത്തുൻ. ഒരടിമക്ക് വല്ല ദുരിതവും ബാധിച്ചാൽ ഫയഖൂൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവൻ പറയും, ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, അള്ളാഹുവിലേക്കാണ് ഞങ്ങളുടെ മടക്കം. അല്ലാഹുമ്മ ജുർനി ഫി മുസീബത്തി വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹ. അള്ളാഹുവെ, എനിക്ക് ഈ ബാധിച്ച ദുരിതത്തിൽ നീ പ്രതിഫലം നൽകുകയും അതിനേക്കാൾ ഉത്തമമായതിനെ പകരം നൽകുകയും ചെയ്യണമേ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇല്ലാ ജറഹുല്ലാഹു ഫി മുസീബത്തിഹി വ അഖ്ലഫ ലഹു ഖൈറൻ മിൻഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രതിഫലം നൽകുകയും അതിനേക്കാൾ ഉത്തമമായതിനെ പകരം നൽകാതിരിക്കുകയുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സത്യവിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന എല്ലാ പരീക്ഷണങ്ങളിലും ക്ഷമാവലംബിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ച് ജീവിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.